ഹലോ ഗൈസ്, വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കി നോക്കിയാലോ? വെക്കേഷൻ ടൈമൊക്കെ വന്നല്ലോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല സ്വീറ്റായിട്ടുള്ളൊരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിന് നമുക്ക് ആവശ്യം പാലാണ് കേട്ടോ. ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പാക്കറ്റ് എടുത്തുള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കേട്ടോ. തീ കത്തിക്കുന്നില്ല നമ്മൾ. എന്നിട്ട് ആ മുട്ടയും പാലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ ശേഷം നമ്മളൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ടൈമിലൊന്നും ഞാൻ തീ കത്തിക്കുന്നതേ ഇല്ല കേട്ടോ. തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒന്നും. ആ നെയ്യിനെ ജസ്റ്റ് ഒന്ന് മെൽട്ടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് റവയാണ് കേട്ടോ. റവ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതൊന്നുമില്ല. ആ നെയ്യ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തേക്കുന്ന ആ നെയ്യ് നന്നായിട്ട് റവയിലൊന്ന് പിടിപ്പിക്കുക. മിക്സ് ചെയ്തിട്ടൊന്ന് നന്നായി പിടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. അതും അതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. വലിയ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഇനി പഞ്ചാര മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാലും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 പാക്കറ്റ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 10 രൂപയുടെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഐറ്റം ഇട്ടിട്ട് ഫില്ല് ചെയ്യാം. ഒരു ഭംഗിക്കും ചന്തത്തിനും ഈ പറഞ്ഞ പോലെ ഇടയിലൊരു നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചും കൂടി കളർഫുള്ളായിരിക്കും, ഇഷ്ടവും കൂടും കേട്ടോ. എന്നിട്ട് നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഏകദേശം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 20-25 മിനിറ്റോളം വെച്ചപ്പോഴേക്കും അത് ആറി കിട്ടി കേട്ടോ. ചൂട് നന്നായിട്ട് ആറി ഇതേപോലെ കറക്റ്റ് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. മധുരം ഞാനിവിടെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. മധുരം വേണ്ടവർക്ക് കൂട്ടിയെടുക്കുക. നമ്മുടെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് നമുക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടാണ്. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.